കുറച്ച് ദിവസങ്ങളായി തന്നെ ഇവിടെ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറിനെ പറ്റിയ അബദ്ധത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ദിയ കൃഷ്ണയാണ് ആ ഇൻഫ്ലുവൻസർ. ഗർഭിണിയായിരിക്കെ ആശുപത്രിയിൽ പോലും പോയപ്പോൾ തൻ്റെ സ്റ്റാഫുകളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് താൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞെത്തിയിരുന്ന ദിയ കൃഷ്ണയ്ക്ക് പിന്നാലെ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ചോദിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ളൊരു കൃത്യമായ ഉത്തരം തന്നെയാണ് കിട്ടുന്നത്. അവർ തിരിച്ച് ഒരു കേസ് കൂടി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കൃഷ്ണകുമാർ ശരിക്കും പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വാർത്തകളെല്ലാം പങ്കുവെക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ ഉൾപ്പെടെ തന്നെ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു, തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ പറയാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ നിരവധിയാണ് ഇതിൻ്റെ കൂടെ സംസാരിക്കുന്നത്. ആരാധകർക്ക് ഇത് മനസ്സിലാകുന്നുമുണ്ട്. കാരണം ഒരുപാടാണ് ഇതിലുള്ളത് എന്ന് കൂടി പറയുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഇപ്പോൾ ഇതിൻ്റെ കാര്യം മനസ്സിലാകുന്നുണ്ട്. ദിയ കൃഷ്ണ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും കൗണ്ടർ കേസിൻ്റെ രീതിയിലാണ് ജീവനക്കാർ ഇത്തരത്തിൽ മുന്നോട്ട് പോയതെന്നും പറയുന്നു. ആദ്യം കുറച്ച് കാശ് കാണാതെ പോയപ്പോൾ തന്നെ ദിയ കൃഷ്ണ ഇത് കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ തന്നെയാണ് ഈ ജീവനക്കാരുടെ തെറ്റ് മനസ്സിലായത്. അവരുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് എത്ര രൂപയാണ് ചോർന്നത് എന്ന് മനസ്സിലായത്. ഇവിടെ ഡെയിലി സ്റ്റോക്കിൻ്റെ കാര്യം അന്വേഷിക്കാറില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദിയ കൃഷ്ണയുടെ വാർത്തകൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നത് കാര്യവും ഇത് തന്നെയാണ്. എന്നാൽ ദിയ കൃഷ്ണ ഈ നിറവയറുമായി പോലീസ് സ്റ്റേഷനിൽ പോലും കയറി ഇറങ്ങേണ്ട ഒരു ഗതികേട് ഇവർ ഉണ്ടാക്കിയല്ലോ. ഒരു ഗർഭിണിയോടാണ് ഇത് ചെയ്തത്. ആദ്യത്തെ 3 മാസമൊക്കെ ദിയ കൃഷ്ണയ്ക്ക് ഓഫീസിലേക്ക് വരാനേ സാധിച്ചിരുന്നില്ല. തീരെ വയ്യായിരുന്നു. ഛർദിലും മറ്റുമായി എപ്പോഴും ആശുപത്രിയിലായിരുന്നു. ആ സമയമാണ് ഈ സ്റ്റാഫുകൾ മുതലെടുത്തതെന്ന് ദിയ കൃഷ്ണ പറയുന്നുണ്ട്. 3 പേർ ഒരുമിച്ച് നിന്നാണ് ഇതെല്ലാം ചെയ്തത്. ഇവരുടെ പേരുകളടക്കം ദിയ കൃഷ്ണ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ആരും പുറത്തു വിട്ടിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പേരുകളൊന്നും വെളിപ്പെടുത്താൻ സാധിക്കില്ല. ലീഗലി മൂവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ദിയ കൃഷ്ണ ഇവരുടെ പേര് വെളിപ്പെടുത്തിയതും പുറത്തു കൊണ്ടുവന്നതും. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന സമയത്ത് കൃഷ്ണകുമാർ തന്നെയാണ് കൂട്ടായി ഉണ്ടായിരുന്നത് എന്ന് ദിയ പറയുന്നു. ആ സമയത്ത് അച്ഛനെയും കൂടി കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഗർഭിണിയായ എന്നെ അവർക്കൊന്നും ചെയ്യാനോ പറയാനോ സാധിക്കില്ല. അതുകൊണ്ടാണ് അവർ ഇങ്ങനൊരു കേസ് കൊടുത്തത്. അച്ഛൻ തട്ടിക്കൊണ്ടുപോയി അവരെ ഭീഷണിപ്പെടുത്തി അവരെ ഉപദ്രവിച്ചു എന്നതൊക്കെയാണ് അവർ പറയുന്ന ഈ ഒരു സെക്ഷനിൽ വരുന്നത്. എന്നാൽ ഇങ്ങനെയൊന്നും താൻ ചെയ്തിട്ടില്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നുമുണ്ട്. ആരാധകരെല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട്. പ്രേക്ഷകർക്കും ദിയ കൃഷ്ണയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ തന്നെയാണ് കൂടുതലും താല്പര്യം. പ്രേക്ഷകർ ഓരോന്നോരോന്നായി ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ. അതുപോലെ തന്നെയാണ് അവർക്ക് എന്താണ് ഇതിലെ സത്യമെന്ന് കൂടി അറിയണമെന്ന് പറയുന്നത്. ഇതിലെ സത്യാവസ്ഥ ദിയ കൃഷ്ണ തന്നെ തുറന്നു പറയണമെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട്, പറയുന്നുമുണ്ട്. ആരാധകർക്കുൾപ്പെടെ പലർക്കും ഇതിനെക്കുറിച്ച് അറിയാൻ തന്നെ വലിയ താല്പര്യമാണ് എന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ പ്രേക്ഷകർ ഓരോന്നോരോന്നായി തന്നെ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണ് ഇത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.